ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. അതായത് സഹി മിലാൻ കരെ, ശരിയായത് ചേർക്കുക, പിന്നെ ഡയറി, പടക്കഥ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾക്ക് സഹി മിലാൻ കരെ, ശരിയായത് ചേർക്കുക. ഇവിടെ നമ്മൾ ശരിയായത് ചേർത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഛോട്ടാ ഷഹർ എന്നാ കൊടുത്തിട്ടുള്ളത്. ഛോട്ടാ ഷഹർ എന്ന് പറഞ്ഞാൽ ചെറിയ പട്ടണം. അതിന് യോജിച്ചത് കസ്ബ, സിറ്റി. അടുത്തത് രക്ത് വർണ്ണ്, സൂർക്ക്, അതായത് ബ്ലഡിൻ്റെ വർണ്ണം. സൂർക്ക് ചുമന്നത്. ഗലീമേം, തെരുവിൽ ഗൂം ഗൂംകർ, ചുറ്റി സഞ്ചരിച്ചിട്ട്. സാമാൻ ബേച്ച്നേവാല, സാധനങ്ങൾ വിൽക്കുന്നവൻ, അതായത് ഫേരിവാല. അന്നക്കായക്ക് പൗതായവ മുസ്കേ ദാനെ, അന്നത്തിന്റെ ചെടിയും അതിന്റെ ധാന്യവും. ബാജര. ലാൽ രംഗക്ക ബർസാത്തി കീട, ചുമന്ന നിറത്തിലുള്ള മഴക്കാലത്തുണ്ടാവുന്ന കീടം, അതിന് പേര് ബീർബഹുടി. അടുത്ത ഒന്നുകൂടെ നോക്കാം. സഹി മിലാൻ കരെ, പ്രഭാത് കഹാനികാർ, ദോസ്ത് ബേല ഓർ സാഹിൽ, കൂട്ടുകാരാണ് ഇവര്. ദോസ്ത് എന്ന കൂട്ടുകാര്. വിധ ഏത് വിധത്തിൽപ്പെട്ടതാണ്? കഹാനി. ബീർബഹുടി ലാൽ രംഗ്, അതായത് ചുമന്ന നിറത്തിലാണ്. ബാദൽ ബാരിഷ്, മഴ. ഓക്കെ, ഇനി ഒന്നും കൂടെ നോക്കാം. മിലാൻ കരെ, സായിൽക്ക് ആംഗേം, ബീർബഹുടിക്ക് തരഹിലാൽ. ചൽത്തി ബീർബഹുടിയാം, ചൽത്തി ഫിർത്തി കൂൻകി പ്യാരി പ്യാരി ബൂന്തേം. സായിൽക്ക് ആംസു, ബാരിഷ്കി ബൂന്തേം, സായിലിന്റെ കണ്ണുനീർ മഴത്തുള്ളിയെ പോലെ. സായിൽക്ക് ചോട്ട്, സായിലിന്റെ മുറിവ്. ബീർബഹുടി കാ രംഗ്, ബീർബഹുടിയുടെ നിറം. ഓക്കെ, ഇനി നമ്മൾക്ക് ഒരു ഡയറി നോക്കാം. സുരേന്ദ്ര മാസാബ് ബേലാസെ ബുരാ വ്യവഹാർ കിയ, സുരേന്ദ്ര മാസാബ് ബേലയോട് ചീത്തയായി പെരുമാറി. ഇൻകെ സംബന്ധമേം, ഇതിനെക്കുറിച്ച് ബേല അപ്പനി ഡയറിമേ ലിഖ്തി ഹെ, ബേല തന്റെ ഡയറിയിൽ എഴുതുന്നു. അപ്പൊ ഡയറി എഴുതുമ്പോൾ മുകളിൽ ഡയറി എന്ന ഹെഡിങ് എഴുതണം. പിന്നെ നമ്മളൊരു ഡേറ്റ് കൊടുക്കണം. ആ നടന്ന സംഭവം, അനുഭവം, എന്നാണ് ഉണ്ടായത്, ആ ഡേറ്റ്. ഇവിടെ ജൂലൈ 19, 2020 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ദിവസം രവിവാർ, സൺഡേ ദിവസമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. മേ ആജ് കാ ദിൻ കൈസാ ഭൂൽ സക്ത, ഞാൻ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം മറക്കാൻ പറ്റുക? എനിക്ക് ഭൂലിന, മറക്കുക. മേരെ ജീവൻ, എന്റെ ജീവിതത്തിൽ ഐസേ ഹി ബുരാദിൻ, അങ്ങനെ ഒരു മോശമായ ദിവസം കബി നെഹിയായ, ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാപ്പി ജാൻസ്തെ സമയ, നോട്ട് പരിശോധിച്ച സമയം. ഗണിതക്കെ മാസാബ് സുരേന്ദ്രജീനെ, ഗണിത മാസാബ് സുരേന്ദ്രജി. ഏക്ക് ജരാസി ഗലത്തി പർ, ഒരു ചെറിയ തെറ്റിനെ. മേരാ ബാലോമേ പഞ്ചാഫംസായ, എന്റെ മുടിയിൽ കുത്തിപ്പിടിച്ചു. മേരെ ഭയഭരി ചെഹരേക്കോ ദേക്കർ, എന്റെ ഭയം നിറഞ്ഞ മുഖം കണ്ടിട്ട്. ചെഹര, മുഖം. സാഹിൽ ബുരി തര ഡർ ഗയ, സാഹിൽ ശരിക്കും പേടിച്ചുപോയി. സാഹിൽ ശരിക്കും പേടിച്ചു. മുജെ ലഗ, എനിക്ക് തോന്നി. മേ അബി ഗിർ ജാऊंगी, ഞാൻ ഇപ്പൊ വീഴും എന്ന്. വീഴുക, ഗിർന. കാപ്പി മേരെ ബൈഠ്നേക്ക് ജഗ ഫേങ്കി, നോട്ട് പുസ്തകം എന്റെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എറിയുകയും. ബൈഠ്നേക്കോ കഹ, മാഷ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. മുജെ ബഹുത്ത് ദുഃഖ് ഹുയി, എനിക്ക് നല്ല ദുഃഖമുണ്ടായി. സായിൽക്ക് സാമനെ കുതുക്കോ സർമിന്ദ് മഹസൂസ് രഹീരി, സായിലിന്റെ മുമ്പിൽ ശരിക്കും ലജ്ജ അനുഭവപ്പെട്ടു. ഖുദ് ശരിക്കും, സ്വയം. ഷർമിന്ദ ലജ്ജ. മഹസൂസ് രഹി അനുഭവപ്പെട്ടു. ക്യോംകി എന്തുകൊണ്ടെന്നാൽ. വ ജാൻതി തീ, അവൻ അറിയാമായിരുന്നു, അവൾക്കറിയാമായിരുന്നു. മേം സായിൽക്ക് നസർമേ ബൗത്ത് അച്ചിഹെ, ഞാൻ സായിലിന്റെ കാഴ്ചയിൽ വളരെ നല്ലൊരു കുട്ടിയായിരുന്നു എന്ന്. ഇസ്ലിയെ, അതുകൊണ്ട്. ജബ് മേ ഉസ്കെ പാസ് ആക്കർ ബൈട്ടി, എപ്പോഴാണോ ഞാൻ അവന്റെ അടുത്ത് വന്നിരുന്നത്. ഉസ്സെ നസർ നെയ്യും മിൽപ്പായി, അവന്റെ മുഖത്തേക്ക് നോക്കാനേ എനിക്ക് കഴിഞ്ഞില്ല. ഓക്കെ, ഡയറി കഴിഞ്ഞിന് നമ്മൾ ഒരു പടക്കഥ തയ്യാറാക്കാം. എന്താണ് പടക്കഥയുടെ ക്വസ്റ്റ്യൻ? ബേലാക്ക മൻ ബഹുത്ത് ഗരാബ് ഹോഗയ, ബേലയുടെ മനസ്സ് ശരിക്കും പേടിച്ചുപോയി. ചാഹെ മുജെ പീഡിലേത്തെ, ശരിക്കും എന്നെ വേദനിപ്പിക്കാമായിരുന്നു. മഗർ സായിൽക്കെ സാമ്നെനെയി, പക്ഷെ സായിലിന്റെ മുമ്പിൽ വെച്ച് വേണ്ടിയില്ലായിരുന്നു. സായിൽക്കെ സാമ്നെ ഖുദ്കോ സർമിദ് മഹസൂസ് കറേയി, സായിലിന്റെ മുമ്പിൽ ശരിക്കും ലജ്ജ അനുഭവപ്പെട്ടു.
ക്യോംകി എന്തുകൊണ്ടെന്നാൽ വൈ ജാൻതി തി അവൻ അറിയാമായിരുന്നു വൈ സാഹിൽക്ക് നസർമേം ബഹുത്ത് അച്ചിയെ അവൾ സാഹിലിന്റെ കാഴ്ചയിൽ വളരെ നല്ല കുട്ടിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ജബു ഉൻകെ പാസ് ആക്കർ ബൈട്ടി എപ്പോഴാണ് അവന്റെ അടുത്ത് വന്നിരുന്നത് ഉസ്സെ നസർ നഹീ മിൽ പായി അവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാനേ കഴിഞ്ഞില്ല. ഈസ് ഗണ്ഡിക്ക് ആധാർ പർ ഈ ഗണ്ണികയെ അടിസ്ഥാനമാക്കിയിട്ട് പടക്കഥാക്കായ്ക്ക് ദൃശ്യ തയ്യാറാക്കാതെ പടക്കഥയുടെ ദൃശ്യം തയ്യാറാക്കണം. അപ്പൊ നമ്മൾ ദൃശ്യം തയ്യാറാക്കുമ്പോൾ പടക്കഥ എന്ന ഹെഡിങ് കൊടുക്കണം. ദൃശ്യ 1 ദൃശ്യേക്ക് ആദ്യത്തെ ദൃശ്യം. സ്ഥലം എഴുതണം സ്കൂൾ മൈതാനമാണ് സ്ഥലം. സമയം ദോപഹർ 11 അതായത് 12 ബജെ. പാത്ര 10 സാൽ കി 2 ബच्चे സാഹിൽ അവർ ബേല അതായത് 10 വയസ്സായ 2 കുട്ടികൾ സാഹിലും ബേലയും. വേഷ് സ്കൂൾ യൂണിഫോമില്. സുരേന്ദ്ര മാസാബ് കരീബ് 40 സാൽ കാ ആദ്മി 40 വയസ്സായിട്ടുണ്ട് സുരേന്ദ്ര മാസാബിന്. വേഷ് കുർത്ത അവർ ധോത്തി കുർത്തയും ധോത്തിയും. ഘടന അതായത് പ്രസംഗ് സന്ദർഭം. ഗണിതിക്ക് കക്ഷാമേ ഗണിത് ക്ലാസ് റൂമിൽ സുരേന്ദ്ര മാസാബ് ബേലാക്കെ ബാലോമേ പഞ്ചാബ് ഹംസായ ബേലയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. അസൽമേ ബേല കി ഗലത്തി കി നെഹി ബേല തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. സാഹിൽ ദുഃഖി ഹോക്കർ ദുഃഖിച്ചുകൊണ്ട് ബേലെ തോ അബി ദുഃഖി ഹോക്കിയ നീ എന്തിനാ ഇപ്പോഴും ദുഃഖിച്ചിരിക്കുന്നത്? ബേല നീജേക്ക് ഓർ ദേക്കർ താഴേക്ക് നോക്കിയിട്ട് ഹാ സാഹിൽ ശരി സാഹിൽ മേ ബഹുത്ത് ഡർഗി ഞാൻ ഭയങ്കരം പേടിച്ചുപോയി. മേരാ പാവ് കാമ്പ് രഹത എൻ്റെ കാല് വിറച്ചുകൊണ്ടിരുന്നു. സാഹിൽ ഇത് തോ മേ ജാൻതാ ഹും ബേല ഇതെനിക്ക് അറിയാമായിരുന്നു ബേല ലേക്കിൻ ഇസ്മേ മേരി ഗലത്തി കുച്ച് ബി നഹി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാഹിൽ. മാസാബുക്കോ ഐസാ ലഗേൻ തോ ക്യാ കര മാസാബ് അങ്ങനെ ചെയ്തതിന് ഇപ്പം എന്ത് ചെയ്യാനാ? സാഹിൽ ചോടോ ബേല ഒക്കെ ഒഴിവാക്ക് വിട്. ഹം ഹാത്ത് ദോക്കർ ഖാന കായ നമ്മൾ കൈ കഴുകി ഭക്ഷണം കഴിക്കുക. ബേല ഹാം ചലോ നാം നടക്ക്. ദോനോ ജാത്താഹെ 2 പേരും പോകുന്നു. ദൃശ്യം അവസാനിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.